വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ആധുനിക ഇന്ത്യ ചരിത്രത്തിന്റെ ക്ലാസ്സിൽ ഇന്ന് നമ്മൾ റൗലറ്റ് ആക്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത് കേട്ടോ. റൗലറ്റ് ആക്ട്, അതുപോലെ തന്നെ എന്താ പറയാ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, അതൊക്കെ നമ്മൾ സ്ഥിരം പരീക്ഷയ്ക്ക് കാണാറുണ്ട് ഇല്ലേ. നിസ്സഹകരണ പ്രസ്ഥാനം, ചൗരി ചൗര സംഭവം, ഇതൊക്കെ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ്. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കണം. അപ്പൊ എന്താ റൗലറ്റ് ആക്ട് എന്ന് പറഞ്ഞാൽ, റൗലറ്റ് ആക്ട് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റൗലറ്റ് ആക്ട് അത് ആദ്യം നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. റൗലറ്റ് ആക്ടിന്റെ വർഷം, റൗലറ്റ് ആക്ട് 1919 അതൊന്ന് ഓർത്തു വെക്കണം. റൗലറ്റ് ആക്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു തരാം എന്താ റൗലറ്റ് ആക്ട് എന്ന്. പറഞ്ഞതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി ഏതാണെന്ന്, ബംഗാളാന്ന് പറഞ്ഞിട്ടില്ലേ. ആ ബംഗാളിലും പഞ്ചാബിലൊക്കെ രാഷ്ട്രീയ വിപ്ലവങ്ങൾ ധാരാളം നടന്നു. ഈ രാഷ്ട്രീയ വിപ്ലവങ്ങളെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒരു കമ്മിറ്റിയെ നിയമിച്ചു. ആ കമ്മിറ്റിയുടെ പേരാണ് ജസ്റ്റിസ് റൗലറ്റ് എന്ന് പറയും. ആരാണ്? ജസ്റ്റിസ് റൗലറ്റ് എന്ന് പറയുന്ന ആള്. അപ്പൊ ഈ ജസ്റ്റിസ് റൗലറ്റ് എന്ന് പറയുന്ന ആളോട്, 1918 അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ, ഈ കമ്മീഷന്റെ നേതൃത്വത്തിലുള്ള ആൾക്കാരോട് ബംഗാളിലെയും അതുപോലെ തന്നെ പഞ്ചാബിലെയും ഒക്കെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് അവര് ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമിച്ച് ഇവരെന്തു ചെയ്തു? ഇവരൊരു റിപ്പോർട്ട് സമർപ്പിക്കുകയാണ്. ഈ റൗലറ്റ് എന്ത് സമർപ്പിക്കുകയാണ്? റിപ്പോർട്ട് സമർപ്പിക്കുകയാണ്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്തുണ്ടാവാണ്? ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒരു നിയമം കൊണ്ടുവരികയാണ്. ആ നിയമത്തിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റൗലറ്റ് ആക്ട് എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കണേ? റൗലറ്റ് ആക്ട്. ഈ റൗലറ്റ് ആക്ടിന് ഇങ്ങനെ ഒരു പേരും കൂടി ഉണ്ട് കേട്ടോ. എന്താണ്? കരിനിയമം എന്ന്. റൗലറ്റ് ആക്ടിന് എന്ത് പേരും കൂടി ഉണ്ട്? കരിനിയമം. പക്ഷെ കരിനിയമം എന്ന് റൗലറ്റ് ആക്ടിനെ വിളിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. ഗാന്ധിജി എന്താണ് ഇതിനെ കരിനിയമം എന്ന് വിളിക്കാൻ കാരണം? റൗലറ്റ് നിയമത്തിന്റെ പ്രത്യേകതകൾ നിയമം കൊണ്ടുവന്നില്ല. എന്തൊക്കെയായിരുന്നു? ഏതൊരു പൗരനെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ ജയിലിലടയ്ക്കാം. ബ്രിട്ടീഷുകാർക്ക് തോന്നുന്ന സമയത്ത് ഏത് പൗരനെ, അതായത് ഇന്ത്യയിലുള്ള ഏത് പൗരനെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം, വിചാരണ കൂടാതെ. കോടതിയിലൊന്നും കയറ്റേണ്ട കാര്യമൊന്നുമില്ല, വിചാരണയൊന്നും ആവശ്യമില്ല, അവർക്ക് ജയിലിലടയ്ക്കാം. ഏത് സമയത്തും എവിടെ വേണമെങ്കിലും പരിശോധന നടത്താനും തടങ്കലിൽ വെക്കാനും ബ്രിട്ടീഷ് പോലീസിനൊക്കെ അധികാരം കൊടുത്തുകൊണ്ടുള്ള നിയമമായിരുന്നു റൗലറ്റ് നിയമം. അപ്പൊ ഇത് ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഇതിനെ കരിനിയമം എന്ന് ആര് വിശേഷിപ്പിച്ചു? ഗാന്ധിജി വിശേഷിപ്പിച്ചു. അപ്പൊ ഇതിനെതിരെ ഭയങ്കരമായിട്ടുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ ഇന്ത്യയിൽ പല സ്ഥലത്തും നടന്നു. ഇനി റൗലറ്റ് ആക്ടിന് കരിനിയമം എന്ന് പേരുള്ളത് പോലെ തന്നെ ഇതിന് ഒഫീഷ്യലി ഒരു പേരുണ്ട്. അതിന്റെ പേര് അനാർക്കിയൽ ആൻഡ് റവല്യൂഷണറി ക്രൈം ആക്ട് എന്നാണ്. ഇപ്പൊ റൗലറ്റ് ആക്ടിന്റെ വേറൊരു പേരാണ് അനാർക്കിയൽ. എന്താണ്? അനാർക്കിയൽ ആൻഡ് റവല്യൂഷണറി ക്രൈം ആക്ട്, അങ്ങനെ ഒരു പേരും കൂടി ഉണ്ട്. അനാർക്കിയൽ ആൻഡ് റവല്യൂഷണറി ക്രൈം ആക്ട് എന്ന് പറയുന്നതും അതുപോലെ തന്നെ റൗലറ്റ് ആക്ട് എന്ന് പറയുന്നതും കരിനിയമം എന്ന് പറയുന്നതും ഒക്കെ ഒന്നാണ് എന്ന് മനസ്സിലാക്കുക. ഇത് ഒഫീഷ്യലി ഉള്ള പേരാണ് അനാർക്കിയൽ ആൻഡ് റവല്യൂഷണറി ക്രൈം ആക്ട്. ക്ലിയർ ആയില്ലേ? അങ്ങനെ എന്താ പറയാ, റൗലറ്റ് ആക്ട് വന്നു. നമ്മൾ പല എന്താ പറയാ സ്ഥലത്തും പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നടത്തി. ഗാന്ധിജി 1919 ഏപ്രിൽ 6 ഈ റൗലറ്റ് ആക്ടിനെതിരെ ഒരു ഹർത്താലിനൊക്കെ ആഹ്വാനം ചെയ്തു. എന്താണ്? ഹർത്താലിനൊക്കെ ആഹ്വാനം ചെയ്തു. ആ ഹർത്താലിനെ നമ്മൾ റൗലറ്റ് സത്യാഗ്രഹം എന്നാണ് വിളിക്കുന്നത്. റൗലറ്റ് സത്യാഗ്രഹം. ഈ ഹർത്താലിനെ വിളിക്കുന്നത് റൗലറ്റ് സത്യാഗ്രഹം എന്നൊക്കെയാണ്. അപ്പൊ എല്ലാ ആൾക്കാരും ഇതിനെ എതിർക്കുകയാണ് ഉണ്ടായത്. ഇന്ത്യയിലുള്ള സകല ആൾക്കാരും എതിർക്കുകയാണെങ്കിലും ഈ റൗലറ്റ് നിയമത്തെ ഇതിനെ പിന്തുണച്ച ഒരേ ഒരു ഇന്ത്യക്കാരനെ ഉണ്ടായുള്ളൂ. ആ പിന്തുണച്ച പ്രധാന ഇന്ത്യക്കാരൻ സി ശങ്കരൻ നായരാണ് എന്ന് ഓർത്തു വയ്ക്കാം. സി ശങ്കരൻ നായർ ഇതിനെ പിന്തുണച്ചു. റൗലറ്റ് ആക്ട് 1919 പാസാക്കിയെങ്കിലും 1919 മാർച്ച് 10 റൗലറ്റ് നിയമം നിലവിൽ വന്നത് എന്നും കൂടെ ഓർക്കാം. അപ്പൊ ഇത്രയാണ് റൗലറ്റ് ആക്ടിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ബംഗാള്, അതുപോലെ തന്നെ പഞ്ചാബ്, അവിടെയൊക്കെ ധാരാളം വിപ്ലവ പ്രസ്ഥാനങ്ങൾ രൂപപ്പെടാൻ തുടങ്ങി സ്വാതന്ത്ര്യം നേടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനെ കുറിച്ച്, ബംഗാളൊക്കെ നമുക്ക് അറിയാലോ,
നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇന്ത്യൻ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി ആണെന്ന് ഞാൻ നേരത്തെയും പറഞ്ഞു അല്ലെ. അപ്പോ ഇതിനെ കുറിച്ച് പഠിക്കാനായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് ജസ്റ്റിസ് റൗലറ്റിന്റെ നേതൃത്വത്തിൽ 1918 ഒരു കമ്മീഷനെ നിയമിക്കുന്നു. റൗലറ്റ് എന്ത് ചെയ്യുന്നു? റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്തുണ്ടാവുന്നു? റൗലറ്റ് നിയമം കൊണ്ടുവരികയാണ്. റൗലറ്റ് നിയമം. ഈ റൗലറ്റ് നിയമം എന്ന് പറഞ്ഞാൽ എന്താ? ഏതൊരു പൗരനെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ ജയിലിൽ അടയ്ക്കാൻ ബ്രിട്ടീഷുകാർക്ക് പറ്റും. ഏത് സമയത്തും എവിടെയും പരിശോധന നടത്താനും തടങ്കലിൽ വെക്കാനും ബ്രിട്ടീഷ് സൈന്യത്തിന് അല്ലെങ്കിൽ ബ്രിട്ടീഷ് പോലീസിന് അധികാരം ലഭിച്ചുകൊണ്ടുള്ള നിയമമാണ് റൗലറ്റ് നിയമം. അപ്പൊ ഈ റൗലറ്റ് നിയമത്തിനെതിരെ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും പ്രതിഷേധങ്ങൾ നടന്നു. റൗലറ്റ് നിയമത്തെ പ്രതിഷേധിച്ചുകൊണ്ട് കരി നിയമം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചു. അതിന്റെ ഒഫീഷ്യൽ പേര് അനാർക്കിയൽ ആൻഡ് റവല്യൂഷണറി ക്രൈം ആക്ട് എന്നായിരുന്നു. 1919 ഏപ്രിൽ 6 റൗലറ്റ് നിയമത്തിനെതിരെ ഗാന്ധിജി ഹർത്താലിന് ആഹ്വാനം ചെയ്തു. ഈ ഹർത്താലിനെ റൗലറ്റ് സത്യാഗ്രഹം എന്ന് വിശേഷിപ്പിച്ചു. റൗലറ്റ് ആക്ടിനെ പിന്തുണച്ചത് സി ശങ്കരൻ നായരാണ്. റൗലറ്റ് ആക്ട് നിലവിൽ വന്നത് 1919 മാർച്ച് 10 ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ മക്കളെ? അപ്പൊ ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ജാലിയൻ വാലാബാഗ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. എന്താ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്ന് ചോദിക്കാം. നമ്മളോട് എന്താണെന്നുള്ളതല്ല ചോദിക്കാറ്, എന്നാ നടന്നേ, അതിന്റെ പ്രത്യേകത അതൊക്കെ ചോദിക്കാറ്. അപ്പൊ 1919 ഏപ്രിൽ മാസം 13 നടന്നതാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് പഞ്ചാബിലെ അമൃത്സർ എന്ന് പറയുന്ന സ്ഥലത്താണ്. എവിടെയാണ്? അമൃത്സർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അപ്പോൾ നമ്മൾ പറഞ്ഞു റൗലറ്റ് ആക്ടിനെതിരെ ഈ ശരിക്കും പറയുകയാണെങ്കിൽ ജാലിയൻ വാലാബാഗുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം. അതായത് ജാലിയൻ വാലാബാഗ് ദുരന്തം ഉണ്ടാവാൻ കാരണം ആയിട്ടുള്ള നിയമം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? റൗലറ്റ് ആക്ട് ആണ്. റൗലറ്റ് ആക്ട് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക്, ഈ കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ്? റൗലറ്റ് ആക്ട് ആണ്. കാരണം ഈ നിയമം കാരണമാണ് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും എന്ത് വന്നത് എന്നാ പറയണത്? പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ വന്നത്. ആ പ്രതിഷേധത്തിന്റെ ഫലമായിട്ട് ഹർത്താലൊക്കെ നമ്മൾ നടത്തുകയുണ്ടായി. ഹർത്താലുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്താണ് ഹർത്താല് എന്താ പറയാ ആഹ്വാനം ചെയ്തപ്പോ അതിൽ പ്രതിഷേധ റാലി നടത്തി. ഹർത്താലുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ റാലികൾ നടത്തൂലോ. ആ റാലിക്ക് നേതൃത്വം കൊടുത്ത ആൾക്കാര് ഡോക്ടർ സത്യപാല്, അതുപോലെ തന്നെ സെയ്ഫുദ്ദീൻ കിച്ചലു. ആരാണ്? സെയ്ഫുദ്ദീൻ കിച്ചലു. അപ്പൊ ഡോക്ടർ സത്യപാല്, സെയ്ഫുദ്ദീൻ കിച്ചലു എന്ന് പറയുന്ന 2 ആൾക്കാര് എന്ത് ചെയ്തു എന്നാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? റൗലറ്റ് ആക്ടിനെതിരെയുള്ള ഹർത്താലിനോടനുബന്ധിച്ച് നടന്ന പ്രതിഷേധ റാലിക്ക് നേതൃത്വം കൊടുത്തു. ഈ പ്രതിഷേധ റാലിക്ക് നേതൃത്വം കൊടുത്തത് ആർക്ക് ഇഷ്ടപ്പെട്ടില്ല? ബ്രിട്ടീഷുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? 1919 ഏപ്രിൽ മാസം 10 എന്ത് ചെയ്തു? ഡോക്ടർ സത്യപാലിനെയും സെയ്ഫുദ്ദീൻ കിച്ചലുവിനെയും അറസ്റ്റ് ചെയ്തു. അപ്പൊ അറസ്റ്റ് ചെയ്യുമ്പോ എന്തുണ്ടാവും? ജനങ്ങൾക്ക് ദേഷ്യം വരൂലേ? അപ്പൊ ഇന്ത്യയിലെ ജനങ്ങൾ അക്രമാസക്തരായിട്ടുള്ള ഇന്ത്യൻ ജനങ്ങൾ എന്ത് ചെയ്തു? പല സ്ഥലങ്ങളും അമൃത്സറിലെ പല ബ്രിട്ടീഷ് സ്ഥാപനങ്ങളൊക്കെ അവർ നശിപ്പിച്ചു. അപ്പൊ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങള് എന്താ പറയാ ഹർത്താലൊക്കെയാണ്, നിങ്ങള് സമാധാനപരമായിട്ട്. ഗാന്ധിജിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അല്ലേ? ഗാന്ധിജി ഒരിക്കലും എന്തിനെ അനുകൂലിച്ചിട്ടില്ല? അതായത് അക്രമങ്ങളെ അനുകൂലിക്കണ ഒരു വ്യക്തിയല്ല എന്ന് നമുക്കറിയാം. അപ്പൊ എന്നിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്തു വെച്ചാലേ കുറെ സ്ത്രീകളും കുട്ടികളൊക്കെ അടങ്ങണ 20,000-ഓളം ആൾക്കാർ. എത്ര ആൾക്കാരുണ്ടായിരുന്നു? 20,000-ഓളം ആൾക്കാര്. അവരുടെ പ്രത്യേകത എന്താണ്? നിരായുധരാണ്. അതായത് സ്ത്രീകളും കുട്ടികളും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയുധം കൊണ്ടാണോ നടക്കണേ? അല്ല, അവര് സമാധാനപരമായിട്ടുള്ള ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുകയാണ്. എവിടെ? ജാലിയൻ വാലാബാഗിൽ സമാധാനപരമായിട്ടുള്ള ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തു. ആ സമ്മേളനത്തിനെതിരെ വെടിവെച്ചോളാൻ, അതായത് നിങ്ങൾ ആ സമ്മേളനത്തിൽ ഇത്രയും ആൾക്കാർ കൂടി എന്താ പറയാ നിന്നാടുന്ന ആ സമ്മേളനത്തിലില്ലേ, ആ സമ്മേളനത്തില് ആൾക്കാർക്കെതിരെ വെടിവെക്കാനായിട്ട് ആര് പറഞ്ഞു? പഞ്ചാബിലെ ഗവർണർ പറയാണ്. ആരായിരുന്നു പഞ്ചാബിലെ ഗവർണർ? മൈക്കിൾ ഓ ഡയർ ആണ് പഞ്ചാബിലെ ഗവർണർ. അപ്പൊ അയാള് വെടിവെക്കാൻ ഉത്തരവിട്ടു. എന്താ പറയുന്നത്? വെടിവെക്കാൻ അനുമതി നൽകി. അപ്പോ എന്താണ്
ഇയാൾ അനുമതി നൽകിയ വഴിക്ക് വെടിവെച്ചത് ആരാണ്? വെടിവെച്ചത് ജനറൽ ഡയർ ആണ്. ആരാണ്? ജനറൽ റെജിനാൾഡ് ഡയർ. ജനറൽ റെജിനാൾഡ് ഡയർ എന്ത് ചെയ്തു? ഇത്രയും ആൾക്കാർ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു കൂട്ടത്തിലേക്ക് എന്ത് ചെയ്തു എന്നാ പറയണത്? ആ ജനറൽ ഡയർ എന്ത് ചെയ്തു? ജാലിയൻ വാലാബാഗ് വെടിവെപ്പിന് ഉത്തരവിട്ടു. വെടിവെക്കാൻ ഉത്തരവിട്ടു. വെടിവെക്കാൻ അനുമതി നൽകുക ആരാണ്? അതിനുള്ള എന്താ പറയാ, ഉയർന്ന ആൾക്കാരാ. അപ്പൊ പഞ്ചാബിലെ ഗവർണർ അനുമതി നൽകി, ഇയാൾ ഉത്തരവിട്ട് അങ്ങനെ വെടിവെച്ചപ്പോ എന്താ പറയാ, ഔദ്യോഗിക കണക്ക് പ്രകാരം പറയണത് 379 പേര് കൊല്ലപ്പെട്ടു എന്നാണ്. 1500ഓളം പേർക്ക് പരിക്ക് വന്നു എന്നാണ് പറയണത്. പക്ഷെ അനൗദ്യോഗിക കണക്ക് പ്രകാരം പറയണത് 1000-ൽ അധികം പേർ കൊല്ലപ്പെട്ടു എന്നാണ്. മനസ്സിലായോ? 1000-ൽ അധികം പേർ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആൾക്കാര് വെറുതെ ഇരിക്കുവോ? അപ്പൊ എന്തുണ്ടായിരുന്നു? മൈക്കിൾ ഓഡയറിനെ ആര് വധിച്ചു? ഉദ്ധം സിംഗ് വധിക്കുകയാണ് കേട്ടോ. മൈക്കിൾ ഓഡയറിനെ ഇന്ത്യക്കാരനായിട്ടുള്ള ഉദ്ധം സിംഗ് വധിച്ചു. 1940 മാർച്ച് 13 ഉദ്ധം സിംഗ് വധിച്ചു. അപ്പൊ 1940 തന്നെ ജൂലൈ മാസം 31-ാം തീയതി ഉദ്ധം സിംഗിനെ എന്ത് ചെയ്തു? ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റി, ഇയാളെ വധിച്ചത് കാരണം. ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുമ്പോ ആരായിരുന്നു ബ്രിട്ടീഷ് വൈസ്രോയ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം ചെംസ്ഫോർഡ് ആയിരുന്നു ബ്രിട്ടീഷ് വൈസ്രോയ്. ആരാണ്? ചെംസ്ഫോർഡ് ആയിരുന്നു ബ്രിട്ടീഷ് വൈസ്രോയ്. ഇത്രയും പറയാം, കഴിഞ്ഞിട്ടില്ല, ഇനിയും പറയാണ്ട്. അപ്പൊ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലായോ നിങ്ങൾക്ക്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല 1919 ഏപ്രിൽ 13 പഞ്ചാബിലെ അമൃത്സർ എന്ന് പറയുന്ന സ്ഥലത്ത് ആണ് കൂട്ടക്കൊല നടന്നത്. ഇതിന് കാരണമായത് റൗലറ്റ് നിയമമാണ്. റൗലറ്റ് നിയമവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഗാന്ധിജി ഒരു ഹർത്താലിനൊക്കെ ആഹ്വാനം ചെയ്തു. 1919 ഏപ്രിൽ 6 അല്ലെ റൗലറ്റ് ആക്ട് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു. ആ ഹർത്താലില് ഡോക്ടർ സത്യപാല അതുപോലെ തന്നെ സൈഫുദ്ദീൻ കിച്ചലു എന്ന് പറയുന്ന 2 ആൾക്കാര് പ്രതിഷേധ പ്രകടനം, അവരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും വലിയ റാലിയൊക്കെ നടന്നു. അപ്പൊ ഈ റാലി നടത്തിയ കാരണം 1919 ഏപ്രിൽ 10 ഡോക്ടർ സത്യപാലിനെയും സൈഫുദ്ദീൻ കിച്ചലുവിനെയും ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തു. ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തപ്പോ എന്തുണ്ടായി? നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് അവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അവർ അതിനെതിരെ വലിയ എന്താ പറയാ അക്രമങ്ങളൊക്കെ അഴിച്ചുവിട്ടു. അമൃത്സറിലെ ബ്രിട്ടീഷ് സ്ഥാപനങ്ങളൊക്കെ അവർ നശിപ്പിച്ചു. അതിനുശേഷം 1919 ഏപ്രിൽ മാസം 13-ാം തീയതി അമൃത്സറിലെ ജാലിയൻ വാലാബാഗിൽ എന്ത് ചെയ്യാണ്? ഒരു പൊതു യോഗം വിളിച്ചു കൂട്ടുകയാണ്. ആ പൊതുയോഗത്തില് 20,000-ലധികം ആൾക്കാരുണ്ടായിരുന്നു. നിരായുധരായിട്ടുള്ള സ്ത്രീകളും കുട്ടികളും എല്ലാ ആൾക്കാരും കൂടിയിട്ടുള്ള ഒരു പൊതുയോഗമായിരുന്നു. ആ പൊതുയോഗത്തില് വെടിവെക്കാൻ പഞ്ചാബ് ഗവർണറായ മൈക്കിൾ ഓഡയർ ഉത്തരവിടുകയും ജനറൽ റെജിനാൾഡ് ഡയറിന്റെ നേതൃത്വത്തിൽ വെടിവെച്ച് കുറെ പേര് 379 പേര് ഔദ്യോഗിക കണക്ക് മരിച്ചു എന്നാ പറയണേ. 1500-ലധികം ആൾക്കാർക്ക് അപകടമൊക്കെ പറ്റി. 1000-ലധികം ആൾക്കാർ മരിച്ചു എന്ന് അനൗദ്യോഗിക കണക്കുണ്ടെന്നും കൂടി ഓർത്തു വെക്കാം. ഉദ്ധം സിംഗിനെ ഇത് കണ്ടപ്പോ ഉദ്ധം സിംഗിനെ തീരെ പിടിച്ചില്ല. അപ്പൊ ഉദ്ധം സിംഗ് എന്ത് ചെയ്തു? ഈ മൈക്കിൾ ഓഡയറിനെ ഉദ്ധം സിംഗ് അങ്ങോട്ട് വധിച്ചു. 1940 മാർച്ച് 13 വധിച്ചു. അപ്പൊ ഉദ്ധം സിംഗിനെ ബ്രിട്ടീഷ് ഗവൺമെന്റ് 1940 ജൂലൈ 31 തൂക്കിലേറ്റി. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? ഇനി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് ഒരു കമ്മീഷനെ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമിക്കുന്നു. ആ കമ്മീഷന്റെ പേര് ഹണ്ടർ കമ്മീഷൻ എന്നാണ്. ഹണ്ടർ കമ്മീഷൻ എന്താ പറയുന്നത്? ഹണ്ടർ കമ്മീഷനിൽ ഇന്ത്യയിലുള്ള ആൾക്കാർക്കൊന്നും തൃപ്തി ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒട്ടും തൃപ്തി ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വേറൊരു കമ്മീഷനെ നിയോഗിച്ചു. ആ കമ്മീഷനിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നാ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? ഗാന്ധിജി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മോത്തിലാൽ നെഹ്റു ഉണ്ടായിരുന്നു. ഗാന്ധിജി, മോത്തിലാൽ നെഹ്റു, അതുപോലെ തന്നെ CR ദാസ്. ആരാണ്? CR ദാസ്. നെക്സ്റ്റ് വൺ MR ജയകർ. ആരാണ്? MR ജയകർ. അതുപോലെ അബ്ബാസ് തിയാബ്ജി. ആരാണ്? അബ്ബാസ് തിയാബ്ജി. ഇവരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വേറൊരു കമ്മീഷനെയും കൂടെ നിയോഗിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ കമ്മീഷനേക്കാൾ കൂടുതൽ PSC ചോദിച്ചേക്കുന്നത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹണ്ടർ കമ്മീഷൻ ആണ്. അപ്പൊ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച കമ്മീഷൻ ഹണ്ടർ കമ്മീഷൻ ആണ്. ഹണ്ടർ കമ്മീഷനില് അതൃപ്തിയായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു അനൌദ്യോഗിക സമിതി അല്ലെങ്കിൽ കമ്മിറ്റി രൂപീകരിച്ചു. അതിൽ ഗാന്ധിജി, മോത്തിലാൽ നെഹ്റു, CR ദാസ്, MR ജയകർ, അബ്ബാസ് തിയാബ്ജി തുടങ്ങിയവർ ഉണ്ടായിരുന്നു. ഇനി അടുത്തത്
നമ്മള് ഈ എന്താ പറയുന്നത്, ജാലിയൻ വാലാബാഗുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കുറെ വേറെ കുറച്ച് കാര്യങ്ങൾ നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ജാലിയൻ വാലാബാഗ് ദുരന്തം നമ്മള് ഗാന്ധിജി പറയാണ്, അതായത് പ്ലാസി യുദ്ധം എന്താ ഉണ്ടായേ, പ്ലാസി യുദ്ധം ഉണ്ടായേ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന്, അല്ലെ, ബ്രിട്ടീഷ് ഭരണത്തിന് ഇന്ത്യയിൽ അടിത്തറ പാകിയ യുദ്ധമാണ് പ്ലാസി യുദ്ധം എന്ന് പറയും നമ്മള്. അപ്പോ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അതിനെ ഇളക്കി എന്ന്, ജാലിയൻ വാലാബാഗ് അതിനെ ഇളക്കി, മനസ്സിലായ? അതായത് ബ്രിട്ടീഷുകാർക്ക് നന്നായി പേടിയായി, അതുകൊണ്ടല്ലേ അവരതിന് നേരെ എന്ത് ചെയ്തത്, വെടിവെപ്പൊക്കെ ചെയ്തത്. അപ്പൊ പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് ഇന്ത്യയിൽ അടിത്തറ പാകിയെങ്കിൽ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അതിനെ ഇളക്കി എന്ന് പറഞ്ഞത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരുടെ പേര് പറയണം? നമ്മുടെ മഹാത്മാഗാന്ധിയുടെ പേര് പറയണം. ജാലിയൻ വാലാബാഗ് ദുരന്തത്തെ ലജ്ജാവഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? വളരെ മോശമായിട്ടുള്ള ഒരു പ്രവൃത്തി, അതല്ലേ ലജ്ജാവഹം എന്ന് ഉദ്ദേശിക്കുന്നത്. അത് പറഞ്ഞത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ്, ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ഡേവിഡ് കാമറൂൺ ആണ്. അപ്പൊ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ഡേവിഡ് കാമറൂൺ ജാലിയൻ വാലാബാഗ് ദുരന്തത്തെ എന്ത് വിശേഷിപ്പിച്ചു? ലജ്ജാവഹം എന്ന് വിശേഷിപ്പിച്ചു. ഇനി അടുത്തത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിട്ടുള്ള വിൻസ്റ്റൺ ചർച്ചിൽ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന വ്യക്തിയാണ് വിൻസ്റ്റൺ ചർച്ചിലിനെ, അല്ലെ? ആ വിൻസ്റ്റൺ ചർച്ചിൽ എന്താണ് നമ്മുടെ ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ കുറിച്ച് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ രാക്ഷസീയമായ ഒരു നടപടി എന്നാണ് വിളിച്ചത്. അതായത് വളരെ രാക്ഷസീയമായ, ആരും ചെയ്യുന്ന ഒരു കാര്യമല്ല, അല്ലെ ഇത്, രാക്ഷസീയമായ, കൊച്ചുകുട്ടികളുടെയും അതുപോലെ തന്നെ സ്ത്രീകളുടെയും ഇടയിലേക്കൊക്കെ വെടിവെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല, രാക്ഷസീയമായ നടപടി എന്ന് ആര് പറഞ്ഞു? വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞു. വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞുല്ലോ, വിൻസ്റ്റൺ ചർച്ചിൽ പറയേണ്ടായി. ഇനി നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടുണ്ടാവോ? ഇല്ല. അപ്പൊ എന്തുണ്ടായിച്ച ചില കാര്യങ്ങള്, അതായത് നമ്മുടെ രവീന്ദ്രനാഥ ടാഗോറിന് ബ്രിട്ടീഷ് ഗവൺമെന്റ് സർ പദവി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ടാഗോർ എന്ത് ചെയ്തു? ആ സർ പദവി ഉപേക്ഷിച്ചു. ജാലിയൻ വാലാബാഗ് ദുരന്തത്തിൽ പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഇനി അടുത്ത ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായിട്ട് പ്രതിഷേധിച്ച് കൈസർ ഇ ഹിന്ദ് എന്ന പദവി നിരോധിച്ച്, കൈസർ ഇ ഹിന്ദ് എന്ന പദവി തിരികെ നൽകിയത് ആരാണെന്ന് ചോദിച്ച ഗാന്ധിജിയാണ്. അപ്പൊ കൈസർ ഇ ഹിന്ദ് എന്ന പദവി ആര് തിരിച്ചു നൽകി? ഗാന്ധിജി തിരിച്ചു നൽകി. ഇനി അടുത്തത് നോക്കുക, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ പ്രതിഷേധിച്ച് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ചു. വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലില് വളരെ പ്രധാനിയായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു, നമ്മുടെ സി ശങ്കരൻ നായർ. ആ സി ശങ്കരൻ നായർ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ കൗൺസിൽ അംഗത്വം ഒന്നും വേണ്ട, ഞങ്ങളുടെ ആൾക്കാരെ മുഴുവൻ വെടിവെച്ച് കൊന്നിട്ട് പിന്നെ നിങ്ങൾ എന്തിനാ എനിക്ക് കൗൺസിൽ അംഗത്വം, അപ്പൊ അതുകൊണ്ട് കൗൺസിൽ അംഗത്വം വേണ്ട. ഇനി റൗലറ്റ് ആക്ടിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ തങ്ങളുടെ അംഗത്വം രാജിവെച്ചു. അതായത് ഇംപീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ അംഗത്വം വേണ്ടാന്ന് വെച്ചത് ആരാന്നറിയോ നിങ്ങൾക്ക്? ഒന്ന് ജിന്നയാണ്, മുഹമ്മദ് അലി ജിന്ന. അടുത്തത് ആരറിയോ? മുഹമ്മദ് അലി ജിന്ന, മദൻ മോഹൻ മാളവ്യ, ഒരാളും കൂടി ഉണ്ട് കേട്ടോ, മസ്ഹർ ഉൾ ഹക്ക് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അത് നമ്മൾ അങ്ങനെ കേൾക്കാത്ത പേരുകളാണ്. മസ്ഹർ ഉൾ ഹക്ക്, അദ്ദേഹത്തിനും കൂടി ഉണ്ടായിരുന്നു ആ ഒരു പദവി. ഇവരൊക്കെ അത് വേണ്ടാന്ന് വെച്ചു. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ കുറിച്ച് പഠിക്കാൻ. ക്ലിയർ ആയോ മക്കളെ? നിങ്ങൾക്ക് റൗലറ്റ് ആക്ടും അതുപോലെ തന്നെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ കുറിച്ച് അന്വേഷിക്കാൻ ഹണ്ടർ കമ്മീഷനെ ബ്രിട്ടീഷ് പാർലമെന്റ് നിയമിക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെയും മോത്തിലാൽ നെഹ്റുവിന്റെയും CR ദാസിന്റെയും MR ജയകറിന്റെയും അബ്യാസ് തിയാബ്ജിയുടെയും നേതൃത്വത്തിൽ വേറൊരു അൺഒഫീഷ്യൽ ആയിട്ടുള്ള കമ്മിറ്റിയെ നിയമിക്കുന്നു. ഇനി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ കുറിച്ച് ഗാന്ധിജി പറയാണ്, പ്ലാസി യുദ്ധം ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ജാലിയൻ വാലാബാഗ് അതിനെ ഇളക്കി എന്ന് പറഞ്ഞു. വളരെ ലജ്ജാവഹം എന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഡേവിഡ് കാമറൂൺ പറഞ്ഞു. രാക്ഷസീയപരമായിട്ടുള്ള നടപടി എന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോ രവീന്ദ്രനാഥ് ടാഗോർ, ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന്റെ സർ പദവി ഉപേക്ഷിച്ചു. ഗാന്ധിജി കൈസർ ഹിന്ദ് പദവി ഉപേക്ഷിച്ചു. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം ശങ്കരൻ നായർ ഉപേക്ഷിച്ചു. ഇമ്പീരിയൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ അംഗത്വം ജിന്നയും മദൻ മോഹൻ മാളവിയും മസ്ഹർ ഉൾ ഹക്കും നിരോധിച്ചു. ഇത്രയും കാര്യങ്ങളാണ് എന്തിലുണ്ടായത്? നമ്മുടെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ ഉണ്ടായത്. ഇനി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ആ ഭാഗം നമ്മുടെ അവിടെ കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മളോട് ചോദിക്കാറുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. അപ്പൊ എന്താണ് നിസ്സഹകരണ പ്രസ്ഥാനം? നിസ്സഹകരണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ആരോട് സഹകരിക്കാതിരിക്കുക? നമ്മൾ ബ്രിട്ടീഷുകാരോട് സഹകരിക്കാതിരിക്കുക. അപ്പൊ നിസ്സഹകരണ പ്രസ്ഥാനം 1920-22 കാലഘട്ടത്തിലാണ് നിസ്സഹകരണ പ്രസ്ഥാനം ഇന്ത്യയിൽ
ഇത്രയും മാത്രം ഗംഭീരമായത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യ ബഹുജന പ്രക്ഷോഭം, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യ ബഹുജന പ്രക്ഷോഭം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയണം? നമ്മുടെ നിസ്സഹകരണ പ്രസ്ഥാനം പറയണം. അപ്പൊ ഗാന്ധിജിയുടെ നേതൃത്വത്തിലാണ് ഇത് നടന്നത്. സമരത്തിന്റെ ഭാഗമായിട്ട് ഗാന്ധിജി പറയാണ്, നമ്മൾ കോടതികള്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങള്, തെരഞ്ഞെടുപ്പ്, ഔദ്യോഗിക പരിപാടികള്, ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ, എല്ലാ കാര്യങ്ങളും ബഹിഷ്കരിക്കുക. ബ്രിട്ടീഷുകാർ ചോദിക്കുന്ന നികുതി നമ്മൾ കൊടുക്കാണ്ടിരിക്കുക. ബ്രിട്ടീഷ് ഗവൺമെന്റ് നൽകിയ ബഹുമതികള്, കീർത്തിമുദ്രകള്, സ്ഥാനമാനങ്ങള് ഒക്കെ ഉപേക്ഷിക്കുക. അങ്ങനെ പൂർണ്ണമായിട്ടും എന്ത് നടത്തുക? നമ്മൾ അവരോട് നിസ്സഹകരിക്കുക, സഹകരണം നടത്തരുത്. ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരുന്നു മക്കളെ? എന്തായിരുന്നു ലക്ഷ്യം? സ്വരാജ്യം നേടുക, നമ്മുടെ രാജ്യം നേടുക എന്നാണ്. അപ്പൊ സ്വരാജ് ആണ് എന്തിന്റെ ലക്ഷ്യമായിരുന്നത്? നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യമായിരുന്നത്. ക്ലിയർ ആയിട്ടില്ലേ? ഇനി നിസ്സഹകരണ പ്രസ്ഥാനത്തെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ ഒരു പ്രസ്ഥാനം ആരംഭിക്കാൻ വേണ്ടി 1920 കൽക്കത്ത എന്ന് പറയുന്ന സ്ഥലത്ത്, നമ്മുടെ കൽക്കത്തയില് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു പ്രത്യേക സമ്മേളനം നടന്നു. ആ പ്രത്യേക സമ്മേളനത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്ന പ്രമേയം ആരവതരിപ്പിക്കുകയാണ്? ഗാന്ധിജി അവതരിപ്പിക്കുകയാണ്. നമുക്ക് നിസ്സഹകരണ പ്രസ്ഥാനം നടത്തിയാലോ? അപ്പൊ 1920 കൽക്കത്ത സമ്മേളനത്തില് ആരായിരുന്നു അധ്യക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാല ലജ്പത് റായി ആണ് എന്ന് നമ്മൾ ഓർത്തു വെക്കാം. എന്നാൽ നിസ്സഹകരണ പ്രസ്ഥാനത്തെ അദ്ദേഹം അവിടെ പറയല്ലേ ഉള്ളൂ, ഇത് അംഗീകരിച്ചത് ഏതിലാന്ന് ചോദിച്ചാൽ 1920 തന്നെ നാഗ്പൂരിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിലാണ്. അവിടുത്തെ അധ്യക്ഷൻ വിജയരാഘവ ആചാരി ആയിരുന്നു എന്നും കൂടി ഒന്ന് ഓർത്തു വെച്ചോളൂ. വിജയരാഘവ ആചാരിയാണ്. ക്ലിയർ ആയോ മക്കളെ? അപ്പൊ നിസ്സഹകരണ പ്രസ്ഥാനം തുടങ്ങാൻ നമ്മൾ തീരുമാനിക്കുകയാണ്. നമ്മൾ വിട്ടുകൊടുക്കാൻ തീരുമാനിക്കില്ലേ? നമുക്ക് സ്വാതന്ത്ര്യം എങ്ങനെയായാലും കിട്ടണം. അപ്പൊ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആദ്യത്തെ ഒരു ബഹുജന പ്രക്ഷോഭം എന്ന നിലയ്ക്ക് നിസ്സഹകരണ പ്രസ്ഥാനം 1920 ആരംഭിക്കുകയാണ്. അതിനുവേണ്ടി ഗാന്ധിജി 1920 കൽക്കത്തയിലെ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രത്യേക സമ്മേളനത്തിൽ നമുക്ക് നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചാലോ എന്നൊരു അഭിപ്രായം പറയുകയാണ്. ലാലാ ലജ്പത് റായി ആയിരുന്നു അന്നത്തെ അവിടുത്തെ അധ്യക്ഷൻ. അപ്പോൾ നിസ്സഹകരണ പ്രസ്ഥാനത്തെ കോൺഗ്രസ് മൊത്തമായിട്ട് 1920 നാഗ്പൂർ സമ്മേളനത്തിൽ വെച്ച് അംഗീകരിച്ചു. വിജയരാഘവാചാരിയാണ് അന്നത്തെ അധ്യക്ഷൻ. അങ്ങനെ സ്വരാജ് നേടുക എന്ന ലക്ഷ്യത്തോടു കൂടി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുന്നു. അതിനുവേണ്ടി ഗാന്ധിജി പറഞ്ഞു, നമ്മൾ ഈ ബ്രിട്ടീഷുകാരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങള്, ബ്രിട്ടീഷുകാർ നടത്തുന്ന തെരഞ്ഞെടുപ്പ്, അവരുടെ ഔദ്യോഗിക പരിപാടികള്, ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങള്, ഇതൊക്കെ ബഹിഷ്കരിക്കുക, വേണ്ടാന്ന് വെക്കുക. നികുതി ബ്രിട്ടീഷുകാർ ചോദിക്കുന്നത് അടയ്ക്കരുത്. ബ്രിട്ടീഷ് ഗവൺമെന്റ് നൽകിയ കീർത്തിമുദ്രകള്, അതുപോലെ ബഹുമതികള്, അതുപോലെ സ്ഥാനമാനങ്ങളൊക്കെ നിങ്ങൾ ഉപേക്ഷിക്കുക. അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ നിസ്സഹകരണ പ്രസ്ഥാനം എന്താണ് ഗംഭീരമായിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ നിസ്സഹകരണ പ്രസ്ഥാനത്തെ പിന്തുണച്ചുകൊണ്ട് പല ആൾക്കാരും എന്താണ് പല കാര്യങ്ങളും ഗാന്ധിജിക്ക് അനുകൂലമായിട്ട് ചെയ്തു തുടങ്ങി. അങ്ങനെ നമ്മുടെ CR ദാസ് എന്ന് പറയുന്ന വ്യക്തിയും, അതുപോലെ തന്നെ മോത്തിലാൽ നെഹ്റു നമുക്കറിയാം അല്ലെ, മോത്തിലാൽ നെഹ്റുവും, അതുപോലെ തന്നെ നമ്മുടെ രാജേന്ദ്ര പ്രസാദ് തുടങ്ങിയ വ്യക്തികളൊക്കെ തന്നെ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഇവരൊക്കെ എന്ത് ചെയ്തു? തങ്ങളുടെ വക്കീൽ അഭ്യാസം നിർത്തലാക്കിയ ദേശീയ നേതാക്കളാണ്. അപ്പൊ ആരൊക്കെയാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തെ തുടർന്ന് വക്കീൽ അഭ്യാസം നിർത്തലാക്കിയത്? CR ദാസ്, മോത്തിലാൽ നെഹ്റു, രാജേന്ദ്ര പ്രസാദ് ഒക്കെ വക്കീൽ അഭ്യാസം അവർ നിർത്തലാക്കി. വക്കീൽ പരിപാടി തന്നെ അവർ നിർത്തലാക്കി. നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ പങ്കെടുത്തതിൽ അറസ്റ്റ് വരിച്ച എന്താ പറയുന്നത്, ലേഡീസ് തന്നെ ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് ലേഡീസും ഒക്കെ തന്നെ വളരെയധികം എന്താ പറയാ അവരോട് സഹകരിച്ചിരുന്നു എന്ന് മനസ്സിലാക്കുക. അവരാരൊക്കെയാണ്? ബാസന്തി ദേവി, ആരാന്ന് മനസ്സിലാക്കുക? ബാസന്തി ദേവി, അതുപോലെ തന്നെ ഊർമിള ദേവി തുടങ്ങിയവരാണ്. ബാസന്തി ദേവിയും ഊർമിള ദേവിയും ഇവര് എന്താണ് നിസ്സഹകരണ പ്രസ്ഥാനം പങ്കെടുത്ത് അറസ്റ്റ് വരിച്ച വനിതകളാണ് എന്ന് മനസ്സിലാക്കുക കേട്ടോ. അതുപോലെ തന്നെ 1921 വെയിൽസ് രാജകുമാരൻ, നമ്മുടെ രാജകുമാരൻ വെയിൽസ് രാജകുമാരൻ ഇന്ത്യ സന്ദർശിച്ചു. അപ്പൊ ഇന്ത്യ സന്ദർശിക്കുന്നതിനെതിരെ പ്രകടനങ്ങളും രാഷ്ട്രീയ യോഗങ്ങളും ഹർത്താലുകളും ഒക്കെ സംഘടിപ്പിച്ചു. അത് എന്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട്. അപ്പൊ അവരിങ്ങോട്ട് വരുന്നതിന് നമ്മൾ എതിർക്കുകയാണ്, അത്രയാണ്. അപ്പൊ വെയിൽസ് രാജകുമാരൻ വന്നപ്പോൾ നമ്മളിവിടെ ഹർത്താലും കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ചത് എന്തിന്റെ ഭാഗമായിട്ടാണ്? നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട്. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പഠിച്ച? റൗലറ്റ് ആക്ടിനെ കുറിച്ച് പഠിച്ചു അല്ലെ, അതിന്റെ പരിണിത ഫലമായി ഉണ്ടായിട്ടുള്ള ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയെ കുറിച്ച് പഠിച്ചു. പിന്നെ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ നമ്മൾ ബ്രിട്ടീഷുകാരോട് നിസ്സഹകരിക്കാൻ പോവാണ് അല്ലെ, നിസ്സഹകരണ പ്രസ്ഥാനത്തെ കുറിച്ചും പഠിച്ചു. കഥ പോലെ നമ്മൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളും പഠിച്ചു മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഭംഗിയായിട്ട് കാര്യങ്ങൾ ക്ലാസ്സിൽ പറയണത് ഇങ്ങനെ കേട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് പറ്റും? നല്ല മാർക്കോട് ആ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ ഓർമ്മ വരും. മനസ്സിലാവുണ്ടോ? ഈ നിസ്സഹകരണ പ്രസ്ഥാനം
പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ നിസ്സഹരണ പ്രസ്ഥാനം നടക്കുകയാണ്. അതായത് എല്ലാ ആൾക്കാരും 1920-22 കാലഘട്ടത്തിലാണ് അല്ലെ, എല്ലാവരും എന്താണ്, ഇന്ത്യയിലുള്ള ജനങ്ങളൊക്കെ തന്നെ ഒന്നായി നിൽക്കുകയാണ് നിസ്സഹരണ പ്രസ്ഥാനത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്. അപ്പോ 1922 ഫെബ്രുവരി മാസം 5 നമ്മളിപ്പോ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണല്ലോ, സ്വരാജ് എന്ന് പറയുന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ടല്ലേ പ്രവർത്തിക്കണേ. അപ്പൊ വലിയൊരു പ്രശ്നം ഉണ്ടായി. അതിന്റെ പേരാണ് ചൗരി ചൗര സംഭവം എന്ന് പറയുന്നത്. ചൗരി ചൗര സംഭവം. എന്താ ചൗരി ചൗര സംഭവം എന്ന് ചോദിച്ചാൽ, ഉത്തർപ്രദേശിലാണ് ചൗരി ചൗര എന്ന് പറയുന്ന സ്ഥലം. ഉത്തർപ്രദേശിലെ ചൗരി ചൗരയിൽ പ്രകടനം. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യണേ, ഇപ്പോ നിസ്സഹരണ പ്രസ്ഥാനവും അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നടന്നപ്പോ നമ്മളിവിടെ പ്രകടനങ്ങള്, ഹർത്താലുകള്, അല്ലെ, സമ്മേളനങ്ങൾ അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചൗരി ചൗരിയിൽ പ്രകടനം നടത്തുമായിരുന്ന ജനക്കൂട്ടത്തിന് നേരെ ജനക്കൂട്ടം എന്താ ചൗരി ചൗരിയിലായിരുന്നു എന്താ പറയുന്നത്, കുറച്ച് ആൾക്കാർ ഉത്തർപ്രദേശിലെ ചൗരി ചൗരിയില് കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യാണ്, പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ നടത്താണ്. ആ ജനക്കൂട്ടത്തിന് നേരെ പോലീസ് വെടിവെക്കുകയാണ് കേട്ടോ. എപ്പോഴും പോലീസുകാർ വെടിവെക്കാൻ റെഡി ആയിട്ട് നിൽക്കുക. പോലീസ് വെടിവെച്ചതിൽ പ്രതിഷേധിച്ച് ജനങ്ങൾ പോലീസ് സ്റ്റേഷന് തീ കൊളുത്തി. 22 പോലീസുകാർ മരിച്ചു. എത്ര പേര് മരിച്ചു? 22 പോലീസുകാർ മരിച്ചു. ഇതിനെയാണ് ചൗരി ചൗര സംഭവം എന്ന് പറയുന്നത്. കാര്യം ഇതിനോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. കാര്യം നമ്മുടെ കുറെ ആൾക്കാരെ കൊന്നു, പക്ഷെ തിരിച്ചു കൊല്ലണമെന്നല്ലല്ലോ ശരിയായിട്ടുള്ള രീതി. അപ്പൊ അതുകൊണ്ട് ഗാന്ധിജിക്ക് ഇത് തീരെ ഇഷ്ടപ്പെട്ടില്ല. അത് നമ്മൾ ആലോചിക്കാതെ തന്നെ മനസ്സിലാവും. അപ്പൊ എന്താ വെച്ചാൽ, മര്യാദയ്ക്ക് നല്ല രീതിയിൽ പ്രകടനം നടത്തിയിരുന്ന ആൾക്കാരുടെ നേരെ പോലീസ് വെടിവെക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഇവർക്ക് ദേഷ്യം വന്നതും പോലീസ് സ്റ്റേഷൻ തീ വെക്കുകയും ചെയ്തത്. അങ്ങനെ 22 പേര് മരിച്ചു. അപ്പോ ഉത്തർപ്രദേശിലാണ് ഈ സംഭവം. ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ എന്ന് പറയുന്ന ജില്ലയിലാണ് എന്ത് നടക്കുന്നത്, ചൗരി ചൗര എന്ന് പറയുന്ന സ്ഥലമുള്ളത്, ചൗരി ചൗര പോലീസ് സ്റ്റേഷൻ ഉള്ളത്. അപ്പൊ എന്ത് ചെയ്തു, ഗാന്ധിജിക്ക് ഭയങ്കര വിഷമമായി. അപ്പൊ ഗാന്ധിജി പറയാണ്, 1922 ഫെബ്രുവരി മാസം 11 ഗാന്ധിജി പറഞ്ഞു, ഇനി നിങ്ങൾ ഇവിടെ നിർത്തിക്കോ, ഞാൻ നിസ്സഹരണ പ്രസ്ഥാനം ഞാൻ പിൻവലിക്കുകയാണ്. അങ്ങനെ നിസ്സഹരണ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ പിൻവലിക്കുകയാണെന്ന് ഫെബ്രുവരി 11 പറഞ്ഞു. ഫെബ്രുവരി 12 അതിന്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ടും നിർത്തലായി. അപ്പൊ നിസ്സഹരണ പ്രസ്ഥാനം അവസാനിച്ചു. അപ്പൊ നിസ്സഹരണ പ്രസ്ഥാനം അവസാനിച്ചു. 1922 മാർച്ച് 10 നിസ്സഹരണ പ്രസ്ഥാനവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്ത് ഗാന്ധിജിയെ യർവാദ ജയിലിൽ അടക്കുകയും കൂടെ ചെയ്തു. ഇവര് നിസ്സഹരണ പ്രസ്ഥാനം തുടങ്ങിയത് ആരാണ്? ഗാന്ധിജിയുടെ നേതൃത്വത്തിലാണല്ലോ. അപ്പൊ ഗാന്ധിജിയെ എന്ത് ചെയ്തു, അറസ്റ്റ് ചെയ്തു. പക്ഷേ ഒരിക്കലും നിസ്സഹരണ പ്രസ്ഥാനം എന്താ പറയുന്നത് പിൻവലിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. പലർക്കും ആ നിസ്സഹരണ പ്രസ്ഥാനത്തെ പിൻവലിച്ചത് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിച്ചത് കേട്ടോ, പിൻവലിച്ചതിനെ ഒരു ദേശീയ ദുരന്തം എന്ന് വിളിച്ചു. ആര്? സുഭാഷ് ചന്ദ്രബോസ്. ഒരു ദേശീയ നിസ്സഹരണ പ്രസ്ഥാനം ഗാന്ധിജി പിൻവലിച്ചതിനെ ഒരു ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. ക്ലിയർ ആയില്ലേ? അപ്പോ ചൗരി ചൗര സംഭവത്തെ തുടർന്ന് നിസ്സഹരണ പ്രസ്ഥാനം, അതായത് നിസ്സഹരണ പ്രസ്ഥാനം ആരംഭിച്ചു. വലിയൊരു പ്രശ്നം ഉണ്ടായി, ചൗരി ചൗര എന്ന് പറയുന്ന സംഭവം. അതുകൊണ്ട് തന്നെ എന്താ പറയുന്നത്, നിസ്സഹരണ പ്രസ്ഥാനം ഒരു ഹിമാലയൻ ബ്ലണ്ടർ ആയി പോയി എന്ന് ആര് പറയാണ്? ഗാന്ധിജി. അതായത് ചൗരി ചൗര സംഭവത്തെ തുടർന്ന് നിസ്സഹരണ പ്രസ്ഥാനത്തെ ഹിമാലയൻ ബ്ലണ്ടർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. ക്ലിയർ ആയോ മക്കളെ? അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് എന്ത് പറയാനായിട്ട്, ചൗരി ചൗര സംഭവം. അപ്പൊ ചൗരി ചൗര സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിസ്സഹരണ പ്രസ്ഥാനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിസ്സഹരണ പ്രസ്ഥാനവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ജില്ലയിലെ ചൗരി ചൗര എന്ന് പറയുന്ന സ്ഥലത്ത് കൂടെ എന്ത് നടക്കായിരുന്നു, ഒരു നല്ല ഭംഗിയായിട്ടുള്ള ഒരു എന്താ പറയാ ജാഥ അല്ലെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന് നേരെ ബ്രിട്ടീഷ് പോലീസുകാർ വെടിവെച്ചു. അപ്പൊ വെടിവെച്ചത് ഇവർക്ക് പിടിച്ചില്ല. അപ്പൊ ഇവരെന്ത് ചെയ്തു, ചൗരി ചൗര പോലീസ് സ്റ്റേഷൻ തീ വെച്ചു. 22 പോലീസുകാർ മരിച്ചു. അപ്പൊ ഗാന്ധിജി എന്ത് പറഞ്ഞു, ഇവിടെ നിർത്തിക്കോ നിസ്സഹരണ പ്രസ്ഥാനം, ഇനി നമുക്ക് വേണ്ട. അങ്ങനെ 1922 ഫെബ്രുവരി 15 ഗാന്ധിജി അത് പറഞ്ഞു. പക്ഷെ ഫെബ്രുവരി 12 നിസ്സഹരണ പ്രസ്ഥാനം പൂർണ്ണമായിട്ട് നിർത്തലാക്കി. മാർച്ച് 10 ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തു, യർവാദ ജയിലിൽ അടക്കുകയും ചെയ്തു. ഈ നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിച്ചത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അതിനെ ഒരു ദേശീയ ദുരന്തം എന്ന് സുഭാഷ് ചന്ദ്രബോസ് വിളിക്കുകയുണ്ടായി. നിസ്സഹരണ പ്രസ്ഥാനം ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ചൗരി ചൗര സംഭവം ഉണ്ടായതുകൊണ്ട് നിസ്സഹരണ പ്രസ്ഥാനത്തെ ഹിമാലയൻ ബ്ലണ്ടർ എന്ന് ആരെന്നെ വിശേഷിപ്പിച്ചു? ഗാന്ധിജി തന്നെ വിശേഷിപ്പിച്ചു. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു ഒന്ന് ലൈക്ക് ചെയ്യൂ കേട്ടോ. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും കേട്ടോ. അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.